ഞാൻ പറയും ജനങ്ങൾക്കുള്ള പ്രതീക്ഷ. ഈ ജനങ്ങളെ ഒരു കാര്യം, അപ്പൊ കറക്റ്റ് ലിസ്റ്റ് വന്നപ്പോ അതെ, സ്വാഹ. ഒരു നിർഭാഗ്യവാനായ മകനാണ് ഞാൻ. എവിടെയാ ഫ്ലക്സ് കണ്ടത്? വാട്സപ്പിലൊക്കെ. അനൗൺസ്മെന്റ് പാടില്ല, പിന്നെ ഒരു കാരണവശാലും ഒരു പബ്ലിസിറ്റി പാടില്ല. അപ്പൊ റോഡരികിൽ ആശംസ അർപ്പിക്കാൻ കാത്തു നിൽക്കുന്നവരൊക്കെ എന്ത് ചെയ്യണം? ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, വേണേ കൈ തന്നു പോകാം. എങ്ങനെ? ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, വേണേ കൈ തന്നു പോകാം. മന്ത്രിയാക്കിയിരുന്നെങ്കിൽ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി കൈ തന്നേനെ. നമസ്കാരം. ഒരു നിർഭാഗ്യവാനായ മകനാണ് ഞാൻ. അതാരാ? നമ്മളെ ചാണ്ടി ഉമ്മന്റെ സൗണ്ട് ആണല്ലോ. ചാണ്ടി ഉമ്മൻ അത്രക്ക് നിർഭാഗ്യവാനാണോ? 26 വർഷം ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച, 23 വർഷം ഒരു സ്ഥാനം വഹിക്കാതെ പ്രവർത്തിച്ച ഒരാളാണ്. എന്നിട്ട് പോലും മന്ത്രിസ്ഥാനം കിട്ടിയില്ല. ഇനി പ്രതീക്ഷ വേണ്ട, വകുപ്പ് വരെ തീരുമാനിച്ച് ഉത്തരവ് വരെ ഇറങ്ങി ഇന്ന്. ഇനിയിപ്പോ നാളെ എന്ത് ചെയ്യാനാ ചാണ്ടിയുടെ പരിപാടി? നാളെ MLA ആയി, പുതുപ്പള്ളിയുടെ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമാണ്. സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഞാൻ എന്നും ഒരു കോൺഗ്രസ്സുകാരനാണിതും ആണ്, ഇനി അങ്ങനെ ആയിരിക്കും. അതെന്താ ഒരു ഉറപ്പില്ലാത്ത പോലെ? എന്തു പറ്റി? കഴിഞ്ഞ 4 ദിവസം ഞാൻ അനുഭവിച്ചതിന്റെ ഏറ്റവും പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. 4 ദിവസമായിട്ടേ മന്ത്രിസ്ഥാനം കിട്ടും എന്ന് വിചാരിച്ച് ഇരുന്നിട്ടുണ്ടാവുമായിരിക്കും പാവം. ഇപ്പം എന്താ സ്ഥിതി? അതിന്റെ പാരമ്യത്തിൽ വെച്ച് മന്ത്രിസ്ഥാനം കിട്ടൂല എന്ന് ഉറപ്പായില്ലേ? ഇനി അടുത്ത ലെവലിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നത്. എന്റെ പാർട്ടിയെ ഞാൻ ജീവന തുല്യം സ്നേഹിക്കുന്ന ആളാണ്. എന്നിട്ടും പക്ഷെ മന്ത്രിസ്ഥാനം കിട്ടിയില്ല. മറ്റുള്ള സാഹചര്യങ്ങൾ കൊണ്ടാണ് ചിലരെയൊക്കെ മന്ത്രിയാക്കാൻ പറ്റാത്തതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. മറ്റുള്ള സാഹചര്യം എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ചില എന്താ പറയുക ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്, അദ്ദേഹത്തിന്റെ പുറത്ത് പ്രഷേഴ്സ് ഉണ്ട്, അതുപോലെ പാർട്ടി നേതൃത്വത്തിന് പ്രഷറുണ്ട്. അത് എന്താണെന്നുള്ളത് അവർക്കറിയാം. അവർ കറക്റ്റ് ഡിസിഷൻ എടുത്തിരിക്കുന്നത്. കറക്റ്റ് ഡിസിഷൻ നടപ്പായി. പക്ഷെ ചാണ്ടി മന്ത്രിസഭയിലില്ല. ഉണ്ടല്ലോ, UDF മന്ത്രി ഉണ്ടല്ലോ, അത് എങ്ങനെ മറക്കാൻ പറ്റും? അപ്പൊ അത് മതിയോ? അതായാലും കുഴപ്പമില്ല. സമാധാനം. വെറുതെ 3-4 ദിവസം ടെൻഷൻ അടിച്ചില്ലേ? ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കാൻ ആലോചന എന്നെല്ലാം പറഞ്ഞ് എന്തോരം വാർത്തകളാ വന്നത്. എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അപമാനമാണ് എനിക്ക് തന്നിരിക്കുന്നത്. അപമാനോ? അപമാനം എന്താ? എന്റെ പേര് മന്ത്രിസ്ഥാനത്തിലേക്ക് വലിച്ചടിച്ച്. എന്നാലും കഷ്ടം കേട്ടാ. ശരിക്കും ആരാ ചാണ്ടി അപമാനിച്ചത്? അപമാനിച്ചത് മാധ്യമങ്ങളാ. അപമാനിച്ചത് മാധ്യമങ്ങളാ, പറയാതിരിക്കാൻ വയ്യ. അതെങ്ങനെ? മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടത് കോൺഗ്രസ് അല്ലേ, മുഖ്യമന്ത്രിയല്ലേ? കൊടുക്കും എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചത് അവരായിരിക്കൂലേ? അപ്പൊ ചാണ്ടി മാധ്യമങ്ങൾ എന്ന് പറഞ്ഞത് കറക്റ്റ് ആണോ? പറഞ്ഞ കാര്യം കറക്റ്റാ. നിങ്ങൾ എങ്ങനെ ഈ വാർത്ത കൊടുത്തോട്ടത്? എങ്ങനെയാ കൊടുത്തത്? നിൽക്കാത്ത പ്രവാഹമാണ്. എന്തിന്റെ അഭിനന്ദനത്തിന്? നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചേ. നിങ്ങൾക്ക് ഇതേ സാഹചര്യമാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? നന്ദി സ്വീകരിക്കണോ, നന്ദി തള്ളണോ? അതിപ്പോ അവര് മന്ത്രിപ്പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അഭിനന്ദിക്കുന്നതല്ലേ, നന്ദി പറയണം. അല്ല, ഇപ്പൊ ശരിക്കും മന്ത്രിയാക്കാൻ പാർട്ടി ആലോചിച്ചാ അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിരിക്കും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ. അതിന് മാധ്യമങ്ങളെ ഇങ്ങനെ ചാണ്ടീന്റെ വേദനക്ക് ഉത്തരവാദിയായി മാറുന്നു പറയും. ഞാൻ പറയും ജനങ്ങൾക്കുള്ള പ്രതീക്ഷ. നിങ്ങൾ പ്രതിഫലിപ്പിച്ചത് ജനങ്ങൾക്കുള്ള പ്രതീക്ഷയാണ് ഞാൻ പറയും. അപ്പൊ ജനങ്ങൾക്ക് ചാണ്ടി ഉമ്മൻ മന്ത്രിയാകും എന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലയോ? അത് സ്വാഭാവികമായിട്ടുള്ളൊരു നീതി എന്ന നിലയിൽ ജനങ്ങളുടെ പ്രതീക്ഷ കാര്യം നിങ്ങൾ പ്രതിഫലിപ്പിച്ചത് ഞാൻ കരുതുള്ളൂ. ഈ ജനങ്ങളെ ഒരു കാര്യം, ചാണ്ടി ഉമ്മൻ മന്ത്രിയാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ അപമാനിച്ചു കഴിഞ്ഞൂട്ടാ. അപ്പൊ കറക്റ്റ് ലിസ്റ്റ് വന്നപ്പോ അതെ, സ്വാഹ, മന്ത്രിയാക്കിയില്ല. എന്തൊരു കഷ്ടാണ് അല്ലേ? ഒരു നിർഭാഗ്യവാനായ മകനാണ് ഞാൻ. ശരിക്കും. ഇനിയിപ്പോ എന്താ ചെയ്യുക? നിങ്ങൾ എന്നെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയി ഞാൻ പാർട്ടി വിരുദ്ധനാക്കി മാറ്റുന്നത് നിങ്ങൾ ചെയ്യരുത്. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? ഒരു കാരണവശാലും എന്റെ പാർട്ടിക്കെതിരെ ഞാൻ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. അല്ലെങ്കിലും ചാണ്ടി അങ്ങനെ ചെയ്യോ? മന്ത്രിയാക്കിയില്ല എന്ന് പറഞ്ഞ് പാർട്ടിക്കെതിരെ ചിന്തിക്കോ? എന്റെ ജീവിതം കൊണ്ടാണ് ഞാൻ ഈ പാർട്ടിയെ ഞാൻ സേവനം നടത്തിയിട്ടുള്ളത്. അത് നമുക്കറിയില്ലേ, പ്രത്യേകിച്ച് പറയണോ? അല്ലപ്പാ, ഇനിയിപ്പോ മന്ത്രി അല്ലാത്ത ആളായിട്ടാണല്ലോ MLA ആയുള്ള സത്യപ്രതിജ്ഞയ്ക്ക് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടത്. പുതുപ്പള്ളിയിൽ നിന്ന് കാറിനാണോ ട്രെയിനിനാണോ യാത്ര? ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു യാത്ര ആയി അത് മാറ്റി എന്ന് ഞാൻ കണ്ടു. അത് ശരി. മന്ത്രിസ്ഥാനം കിട്ടാത്തപ്പോ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളി മുതൽ തിരുവനന്തപുരം വരെ വലിയൊരു യാത്ര പോകും പ്ലാൻ ചെയ്തു എന്നൊക്കെ വാർത്ത കേട്ടിരുന്നു. അതൊക്കെ വേണോ ചാണ്ടി? ഒരു കാരണവശാലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. എങ്ങനെ? ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ പിന്നെ എങ്ങനെ യാത്ര ചെയ്യാനാണ് പ്ലാൻ? ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവാൻ പാടില്ല. ആരെങ്കിലും ഞാൻ 1-2 ഫ്ലക്സ് എവിടെയോ ഇരിക്കുന്നത് കണ്ടു. അതെന്ത് ഫ്ലക്സ്? എവിടെയാ ഫ്ലക്സ് കണ്ടത്? വാട്സപ്പിലൊക്കെ. എവിടെ? വാട്സപ്പിലാ. ഒരു കാരണവശാലും അത് പറ്റത്തില്ല. ഇനിയിപ്പോ വാട്സപ്പിലെ ഫ്ലക്സ് എന്ത് ചെയ്യും? എല്ലാ ഫ്ലക്സുകളും മാറ്റണം. അതിപ്പോ മാറ്റാനൊന്നും ഉണ്ടാവില്ല, ഡിലീറ്റ് ചെയ്താൽ പോരെ. തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഫ്ലക്സ് ഡിലീറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. എന്റെ സഹോദരങ്ങളോട്, എന്നെ സ്നേഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അത്രയൊക്കെ കൺസേൺ ഉണ്ടെങ്കിൽ ചാണ്ടി നേരെ കാറിന് വിട്ടുപിടിച്ചാൽ പോരെ? വഴിയിലെ പ്രകടനമൊക്കെ കാണാണ്ട് അങ്ങ് വിട്ടാൽ പോരെ? 3-4 മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരത്ത് എത്താലോ? നല്ല റോഡൊക്കെ അല്ലേ? അല്ലാണ്ട് ഇങ്ങനെ വലിയ യാത്രയൊക്കെ ആയി പ്ലാൻ ചെയ്ത് നാട്ടുകാരോടൊക്കെ പറഞ്ഞ് പോയാൽ ശരിയാവുമോ? പുതുയുഗ യാത്ര ചെയ്തയാളിപ്പോൾ മുഖ്യമന്ത്രിയായി. ഇനിയിപ്പോൾ മന്ത്രിയാകാൻ
പുതുപ്പള്ളി യാത്ര ചെയ്തു പോകാനുള്ള പരിപാടിയാണോ? അതുകൊണ്ട് ഈ യാത്ര ഒരു ശക്തി പ്രകടനമല്ല, ഒരു വെല്ലുവിളിയല്ല. നിങ്ങളത് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ അനൗൺസ്മെന്റ് പാടില്ല, പിന്നെ ഒരു കാരണവശാലും ഒരു പബ്ലിസിറ്റി പാടില്ല. അപ്പൊ റോഡരികിൽ ആശംസ അർപ്പിക്കാൻ കാത്തു നിൽക്കുന്നവരൊക്കെ എന്ത് ചെയ്യണം? ഇങ്ങനെ കൂടെ നിൽക്കുന്ന വല്ലതും ആണെങ്കിൽ ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, വേണേ കൈ തന്നു പോകാം. എങ്ങനെ? ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, വേണേ കൈ തന്നു പോകാം എന്ന് മാത്രം. അത് മാത്രമേ സാധിക്കത്തുള്ളൂ. എന്തൊരു സങ്കടമാണ്. മന്ത്രിയാക്കിയിരുന്നെങ്കിൽ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി കൈ തന്നേനെ. ഇതിപ്പോ ചാണ്ടി വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, വേണേൽ കൈ തരും. എന്നാലും ആ കൈ തരാനുള്ള, കൈ കൊടുക്കാനുള്ള വിശാല മനസ്സ് അതാരും കാണാതിരിക്കരുതിട്ടാ. എന്നിട്ടും മൂപ്പരെ മന്ത്രിയാക്കില്ലല്ലെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. ഇത്രയൊക്കെ ആയിട്ടും ആ സങ്കടത്തിൽ വാട്സപ്പിൽ വെച്ച ഫ്ലെക്സുകളൊക്കെ ഇനി വെച്ചവരൊക്കെ എന്ത് ചെയ്യുമോ? ഒരു കാരണവശാലും അങ്ങനെയുള്ള ഫ്ലെക്സ് ബോർഡുകൾ വെക്കാൻ പറ്റത്തില്ല. അത് വെച്ചവർ മാറ്റുക, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ആ നടപടി എടുത്തേ പറ്റത്തുള്ളൂ. പക്ഷെ പുതുപ്പള്ളിയിലൊക്കെ നല്ല ആൾക്കൂട്ടുണ്ടല്ലോ ചാണ്ടീൻ്റെ അടുത്ത്. ഞാൻ ഇവിടുന്ന് വരുന്നവർ അറിയാലോ, ഞാനിവിടെ വരുന്ന അറിയാലോ, ഇന്ന് ഞാൻ വൈകിട്ട് വന്ന് എനിക്ക് പോകേണ്ടത് അറിയാലോ. അതെന്റെ സഹപ്രവർത്തകർക്ക് എന്തായാലും അറിയാം. അവരൊക്കെ മന്ത്രിയാക്കാത്തതിന്റെ വിഷമത്തിൽ വന്നതാണോ? അതൊക്കെ അച്ചടക്കലംഘനം ആവൂലേ അങ്ങനെയാണെങ്കിൽ? എൻ്റെ മണ്ഡലത്തിൽ എന്നോട് സ്നേഹമുള്ളവർ വന്നിരിക്കുകയാണ്, അത് സ്വാഭാവികമായിട്ട് വരും. കാരണം ഇന്ന് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ദിവസമാണ്. അതിന് വരുന്നതിന് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ശരിക്കും ചാണ്ടി ഉമ്മന് മന്ത്രിയാക്കാത്തതിൽ വലിയ സങ്കടം ഉണ്ടോ? ഞാൻ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. നിങ്ങൾക്കറിയാം, എൻ്റെ പിതാവ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും എൻ്റെ നിലപാട് കോൺഗ്രസിനോടൊപ്പമായിരുന്നു. എൻ്റെ നിലപാട് രാഹുൽ ഗാന്ധിയോടൊപ്പമാണ്. രാഹുൽ ഗാന്ധിയോടൊപ്പം 4000 കിലോമീറ്റർ ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് ഒരുമിക്ക് വേണ്ടി ഞാൻ യാത്ര ചെയ്ത വ്യക്തിയാണ്. എന്നിട്ടും പക്ഷെ കേസിയും വീഡിയോ ഒന്നും ചാണ്ടീനെ മന്ത്രിയാക്കാൻ തയ്യാറായില്ലല്ലോപ്പാ. ഞാൻ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല ഇതുവരെ. ഒരു ഗ്രൂപ്പ് യോഗത്തിലും പങ്കെടുത്തില്ല ഇതുവരെ. എൻ്റെ പിതാവ് ഉള്ളപ്പോൾ പോലും ഒരു ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുക്കാത്ത ഒരാളാണ് ഞാൻ. ഇനിയിപ്പോ ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുക്കാത്തോണ്ടാണോ മന്ത്രിയാക്കാതിരുന്നത്? ഒരു നിർഭാഗ്യവാനായ മകനാണ് ഞാൻ. നിർഭാഗ്യമൊക്കെ മാറി വാട്സപ്പിൽ ഒരു ഫ്ലെക്സ് ഇട്ടാൽ തന്നെ മാറും. എന്തായാലും ചാണ്ടിയുടെ യാത്ര വീഡിയോയുടെ യാത്രയെ വെല്ലുന്ന യാത്രയായി മാറട്ടെ. അങ്ങനെയെങ്കിലും ഒരു വലിയ കസേര ചാണ്ടിക്ക് തരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.